2020 ഓൺലൈൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഓൺലൈൻ ട്രാൻസ്ഫറാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളായതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഇത് കുറേ കാര്യങ്ങളൊക്കെ പരിചയമുള്ളതുമാണ്. ആദ്യമായി നമ്മൾ HRISൽ ലോഗിൻ ചെയ്ത് നമ്മുടെ പേജിലേക്ക് വരിക. അതിൽ ട്രാൻസ്ഫർ 2020 എന്ന മെനുവിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ആദ്യമായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസിൽ ആപ്ലിക്കേഷൻ ജനറൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ വിളിച്ച ഡേറ്റ് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ ഈ മെഡിക്കൽ പ്രൊട്ടക്ഷന് ഉള്ള ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്, ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള ഫോർമാറ്റ്. ഇത്തരം കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. അതുകൂടാതെ അപ്രൂവ്ഡ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഗൈഡ് ലൈൻസും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും മറ്റെല്ലാ വിശദ വിവരങ്ങളും ഈ നോട്ടിഫിക്കേഷനിൽ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡൊമിസൈൽ സെക്ഷൻ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഓഫീസേഴ്സിന്റെ ഇൻഡെക്സ് ആണ്. ഓഫീസേഴ്സിന്റെ ഇൻഡെക്സ് ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ സീനിയർ സൂപ്രണ്ട് എക്സാമ്പിളായിട്ട് എടുക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള സീനിയർ സൂപ്രണ്ടുമാരുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിൽ ഓരോരുത്തരുടെയും ഇൻഡെക്സ് എത്രയാണെന്നുള്ള കാര്യവും അവിടെ കിട്ടും. ഇത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതിൽ ഡീറ്റെയിൽസ് ഓരോരുത്തരുടെയും പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽസിലോട്ട് പോകാനും കഴിയും. അപ്പോൾ ഇൻഡെക്സ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പോസ്റ്റിംഗ് സ്ട്രെങ്ത് ആണ്. നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ പോസ്റ്റിംഗ് സ്ട്രെങ്ത് ഇവിടെ കിട്ടും. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ കഴക്കൂട്ടം, തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കാട്ടാക്കട എന്നീ ജിയോഗ്രഫിക്കൽ ഏരിയസ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ വിഭാഗത്തിലെ പോസ്റ്റിംഗ് സ്ട്രെങ്ത് അവിടെ കിട്ടും. അപ്പോൾ ആകെ 203 ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റിംഗ് സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോസ്റ്റ് അപ്ഡേറ്റഡ് ഓഫീസേഴ്സ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ പ്ലേസിലേക്ക് എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ എടുത്തതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എടുത്തു കഴിഞ്ഞാൽ, തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അപ്ലൈഡ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് വരും. അതിൽ ഓരോ ഓഫീസിലും ആരൊക്കെ അപ്ലൈ ചെയ്തു എന്നും അവരുടെ എത്രാമത്തെ ചോയ്സ് ആണെന്നും, ആരൊക്കെ അപ്ലൈ ചെയ്തെന്നും അവരുടെ എത്രാമത്തെ ചോയ്സ് ആണെന്നും അവരുടെ ഇൻഡെക്സ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ അവിടെ കിട്ടും. ഉദാഹരണത്തിന് TMR ഡിവിഷൻ തിരുമലയുടെ കാര്യമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ആ പ്ലേസിലേക്ക് 10 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ കഴിയും. 11 ആദ്യത്തെ ആളുടെ ചോയ്സ് 11, അടുത്ത് 26, 16, 1 അങ്ങനെ വരുന്നുണ്ട്. കൂടാതെ അവരുടെ ടോട്ടൽ ഇൻഡെക്സും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡെക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാൻ കഴിയും. അതനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് അപ്ലൈഡ് ഓഫീസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത് ഗ്രീവൻസസ്, അത് പിന്നീട് നമുക്ക് നോക്കാം. പിന്നെ പ്രൊട്ടക്ഷൻസും ഫ്ലാഗ്ഡ് പോസ്റ്റും നമ്മൾ നോക്കണം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ആ പ്ലേസ് പ്രൊട്ടക്ഷൻ ഉള്ള പ്ലേസ് ആണെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്ലാഗ്ഡ് പ്ലേസുകളും പ്രൊട്ടക്ഷൻ ഉള്ള പ്ലേസുകളും ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സംശയങ്ങൾ ഒഴിവാക്കുന്നതാവും. ഫോർ എക്സാമ്പിൾ സീനിയർ സൂപ്രണ്ടിന്റെ പ്രൊട്ടക്ഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആകെ എല്ലാം സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗം നമുക്ക് എടുക്കാൻ പറ്റും. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇത്രയും സീനിയർ സൂപ്രണ്ടുമാർ മൊത്തത്തിൽ
പല തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള പ്ലേസുകളിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കതിൽ ഒരു വ്യക്തത വരുന്നതാവും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഫ്ലാഗ്ഡ് പോസ്റ്റും അതുപോലെ തന്നെയാണ്. ഫ്ലാഗ്ഡ് പോസ്റ്റിന്റെ എക്സാമ്പിൾ നമുക്ക് സീനിയർ സൂപ്രണ്ട് എടുത്തു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും മൊത്തത്തിലുള്ള ഫ്ലാഗ്ഡ് പ്ലേസുകൾ ഇതൊക്കെയാണ്. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും പ്ലേസുകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ കഴിയും. തിരുവനന്തപുരത്ത് ഉള്ള പ്ലേസുകൾ, ഫ്ലാഗ്ഡ് പ്ലേസുകൾ ഏതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്ലേസുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഇൻഡെക്സ്, മോസ്റ്റ് അപ്ലൈഡ് ഓഫീസുകൾ, പിന്നെ പ്രൊട്ടക്ഷൻ, ഫ്ലാഗ്ഡ് പോസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ, പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷൻ, സബ്മിറ്റ് ആപ്ലിക്കേഷൻ, പ്രിന്റ് അക്നോളജ്മെന്റ്, വിത്ഡ്രോ ആപ്ലിക്കേഷൻ, ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷനും ക്ലെയിമും ഒന്നും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്ന വിൻഡോ ആണ് ഇത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 3 പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് ഈ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫറായി പോയിട്ട് 1 വർഷം തികയാത്തവരും പുതുതായി ബോർഡിൽ ജോയിൻ ചെയ്ത ഓഫീസർമാരും ആ ജില്ലയിൽ തന്നെ നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചോയ്സ് അവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെ കൊടുക്കേണ്ടതാണ്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് അപ്പോൾ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കണ്ടു. അപ്പം അതിനകത്ത് നമ്മളിപ്പം ചെയ്യുന്നത് ക്ലെയിമും പ്രൊട്ടക്ഷനും ഒന്നും ഇല്ലാത്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലെയിമിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ചോയ്സ് നോക്കുമ്പോൾ ഓഫീസ് കാറ്റഗറി, സ്റ്റേഷൻ, ഓഫീസ്. ആദ്യം ഓഫീസ് കാറ്റഗറി സെലക്ട് ചെയ്തു. നമ്മൾ ഉദാഹരണത്തിന് ട്രാൻസ്മിഷൻ സെലക്ട് ചെയ്തു, സ്റ്റേഷൻ തിരുവനന്തപുരം. അപ്പോൾ ഓഫീസേഴ്സ് ഇവിടെ വന്നു, തിരുമല 110 kV സബ്സ്റ്റേഷൻ ഉദാഹരണത്തിന് സെലക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഒരു ചോയ്സ് കൊടുത്തു. അടുത്ത ചോയ്സ് എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു, തിരുവനന്തപുരം, തിരുമല TMR ഡിവിഷൻ കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ചോയ്സുകൾ ആഡ് ചെയ്ത് പോകാൻ കഴിയും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ തിരുവനന്തപുരം, APDRP സേവ് ചെയ്തു. അപ്പോൾ 2 നമ്മൾ സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അപ്ലൈ എന്നുള്ള ഇതിനകത്ത് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ചോയ്സ് കൊടുത്തു, സേവ് ചെയ്തു. അത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആപ്ലിക്കേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുന്നത് ഒരു OTP നമ്പർ വഴിയാണ്. നമ്മുടെ HRISൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ OTP 173582 OTP നമ്മൾ എൻ്റർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുവരെയായി. അത് കഴിഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്യാം, അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും.
ഇതാണ് നമ്മൾ ARUവിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്തതായി നമ്മൾ സബ്മിറ്റ് ചെയ്തു, പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാവുന്നതാണ്. വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഡ്രോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. വിഡ്രോ ആപ്ലിക്കേഷനിലും OTP വഴിയാണ് ചെയ്യുന്നത്. 2601 നമുക്ക് ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എത്ര തവണ വേണമെങ്കിലും കൊടുക്കുകയും വിഡ്രോ ചെയ്യുകയും ചെയ്യാം, അവസാന തീയതി വരെയും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വിഡ്രോ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്രൊട്ടക്ഷനും ക്ലെയിമും ഇല്ലാത്ത ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.